ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ 5 ലൈനായിട്ട് വരുന്ന ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുളപ്പുറം കൂരിയാട് ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള NH66 ഭാഗമായിട്ട് വന്നിട്ടുള്ള ഭാഗത്ത് പാലത്തിൻ്റെ മുകളിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞു. പാലത്തിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പാലത്തിൻ്റെ ഭാഗത്ത് വൺ സൈഡിൽ പഴയ പാലം പുതുക്കി പണിത ഭാഗത്ത് നമുക്ക് കാണാം ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഭാഗത്ത് 2 ലൈനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹൈവേയിൽ 6 ലൈൻ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് 2 ലൈനായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് വേഗത കുറയ്ക്കേണ്ടി വരും. നമ്മുടെ 6 ലൈൻ ഹൈവേൻ്റെ ആ വീതിയിൽ വാഹനങ്ങൾ വരികയാണെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോഴേക്കും വാഹനങ്ങളുടെ വേഗത കുറച്ച് പതുക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക. നമ്മുടെ മാഹി ബൈപ്പാസിൽ ഇതുപോലെ മാഹി ഭാഗത്ത് പണ്ട് ഇതുപോലുള്ള ഒരു പാലം ഉണ്ടായിരുന്നു. ആ ഭാഗത്തും ഇതുപോലെ വാഹനങ്ങൾ വേഗത കുറച്ച് ആ ഭാഗത്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു ഹൈവേയിൽ, പഴയ ഹൈവേയിൽ. അതൊക്കെ പൊളിച്ച് പുതിയ പാലങ്ങളൊക്കെ വന്നു. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ ഇത് കാണുമ്പോൾ. നമ്മുടെ വളരെ പ്രതീക്ഷയോട് വളരെ കാലത്തെ ശേഷം ഇങ്ങനെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഹൈവേൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള റോഡ് വർക്ക് എല്ലാ ഭാഗത്തും നടന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ എൻജിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മറ്റ് മന്ത്രിമാരും ഒന്നും ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വരും തലമുറക്ക് വരെ ബുദ്ധിമുട്ടായിരിക്കും ഈ പാലം. ഈ ഓരോ ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ നമ്മുടെ റോട്ടിലും നിരത്തുകളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു പോരായ്മ തന്നെയാണ് നമ്മുടെ ഹൈവേയിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പഴയ പാലങ്ങൾ റീവർക്ക് ചെയ്ത് ഇങ്ങനെ വീണ്ടും ഇതുപോലെ വീതി കുറഞ്ഞ രീതിയിൽ ടാറിങ്ങും കഴിഞ്ഞ് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൊന്നാനി ഭാഗത്ത് പുതുപൊന്നാനി ഭാഗത്തും ഇതുപോലെ ഒരു പാലം വരുന്നുണ്ട്. ആ പാലത്തിനും ഇതുപോലെ ആയിരിക്കും. അപ്പോൾ അറിയാത്ത കുറേ പേര് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കക്കാട് കുളപ്പുറം കൂരിയാട് വരുന്ന ഒരു പാലമാണ്. പഴയ പാലം റീവർക്ക് ചെയ്ത് നമുക്ക് കാണാം 2 ലൈനായിട്ട് മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇനി ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടിയുകൊണ്ട് കണ്ടറിഞ്ഞുള്ള വികസനങ്ങളാണ് വേണ്ടത്. അതൊക്കെ നമ്മുടെ ഭരണാധികാരികളുടെ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് കാണാം ഒരു കോർണറായ ഒരു ഭാഗം. ഈ കോർണറായ ഭാഗത്തിൻ്റെ ഇത്രയും ഭാഗത്തേക്കാണ് പഴയ പുതിയ ഹൈവേൻ്റെ വീതി. ഇവിടെ ഇങ്ങനെ ഒരു ചുവപ്പ് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ബോർഡൊക്കെ വെച്ച് ശ്രദ്ധിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാഹനങ്ങൾ വന്ന് ഇടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. ഈ ഭാഗത്ത് കുറച്ച് ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ രാമനാട്ടുകര ഭാഗത്തൊക്കെ പുതിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്രാഷ് ബാരിയർ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ. ഒരു റബ്ബറിൻ്റെ ആണ് അതുപോലെയുള്ള ഭാഗം ഇതൊക്കെ കൊടുത്ത് ഇവിടെ സേഫ്റ്റിയൊക്കെ ആക്കി വെക്കുന്നതായിരിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് വാഹനങ്ങൾ ആക്സിഡൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പാലത്തിൽ വന്നിടിക്കാനൊക്കെ നല്ല ലൈറ്റും ബോർഡുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഭാഗത്ത് എന്നാലും ഫാസ്റ്റായിട്ട് 6 ലൈൻ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ 2 ലൈനായിട്ട് മാറും. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ട്രാക്ക് വരയ്ക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് കാണാം പുതിയ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങളൊക്കെ വരുന്നത്. ഈ പാലത്തിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ട്രാക്കുകൾ വരച്ചിട്ടില്ല. ട്രാക്കുകൾ വരയ്ക്കാനുള്ള വർക്കുകളൊക്കെ ഇനി ബാക്കിയുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളത്. ഈ സൈഡിൽ നമുക്ക് കാണാം സെൻട്രൽ ക്രാഷ് ബാരിയർ കൊടുത്തിട്ടില്ല. ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരുന്നു. കക്കാട് ഭാഗത്തും കൂരിയാട് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. ഈ ഭാഗത്ത് ഇതുവരേക്കും ആളുകൾ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കൊണ്ട് പാസ് ചെയ്തിരുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റില്ല. അതിന് അവിടെ ഇപ്പോൾ അവർ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻഭാഗത്തേക്ക് കുറച്ച് ഭാഗത്തൊക്കെ ഇപ്പോൾ സോയിൽ ലീനിങ്ങിൻ്റെ വർക്കുകളും കൂടി നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ഒരു എൻട്രി പോയിൻ്റാണിത്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഹൈവേനെ കാണുന്നത്. വളരെ കാലത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഹൈവേ വരുന്നത്. അതൊക്കെ നല്ല രീതിയിൽ വളരെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, വരും തലമുറക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു വികസനം ആയിരിക്കണം എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ 6 ലൈൻ ഹൈവേ തന്നെ
നമ്മൾ 60 മീറ്റർ റോഡിന് വേണ്ടിയിട്ട് അളന്ന സമയത്ത് നമ്മൾ 45 മീറ്ററായിട്ട് കുറച്ചതാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ പാലങ്ങൾ, ഇങ്ങനെയുള്ള പോരായ്മകളും കൂടെ ഉണ്ടെങ്കിൽ ഈ ഹൈവേ കൊണ്ട് വലിയൊരു പ്രയോജനം ഇനിയുള്ള കാലഘട്ടത്തിലുള്ള വാഹനങ്ങളുടെ കൂടുതൽ കണ്ടുകൊണ്ട് നമുക്ക് ഉണ്ടാവുമെന്ന് തോന്നണില്ല. പുതിയ പുതിയ വാഹനങ്ങൾ ഓരോ ദിവസവും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ആയിരിക്കും. അത്രത്തോളം വാഹനങ്ങൾ ഓരോ ദിവസവും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനനുസരിച്ചുള്ള റോഡുകൾ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പാലങ്ങളും മറ്റുള്ള അതൊക്കെ കുറച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് ടോളുകളും ടാക്സുകളൊക്കെ വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഇനി താഴ്ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. എൻ്റെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമ്മളങ്ങനെ വന്നിട്ടില്ലായിരുന്നു. എങ്ങനെയുണ്ട് ഈ ഭാഗത്തുള്ള എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ, കുറേ മുമ്പുള്ളൊരു വീഡിയോ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കാണിച്ചിരുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടെ ഡ്രെയിനേജിൻ്റെ സംഭവം അവസാനിക്കുന്ന. പുഴയിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകൾ ഭാഗം കല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് ഹൈവേൻ്റെ ഭാഗത്തുള്ള സർവീസ് റോഡ്. ഈ ഭാഗത്തൊക്കെ റോഡുണ്ട്, അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയും കൂടെയാണ്. ഇവിടെയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. വണ്ടീൻ്റെ അപ്പുറത്താണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നത്. ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വാളാണ് കൊടുത്തിട്ടുള്ളത്. പുഴൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത പാലം കാണാം നമുക്ക്. പഴയ പാലം അപ്പുറത്തുണ്ട്. ഇതാണ് പഴയ പാലും പുതിയ പാലും കൂടെ കാണാം നമുക്ക്. ഇവിടുന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കാണാൻ പറ്റിയൊരു ഏരിയയാണ്. ഇതിൻ്റെ റീവർക്ക് ചെയ്ത ഒരു ഭാഗങ്ങൾ കാണാം നമുക്ക്. അവിടെ ഒരു കളർ പെയിൻറ്റിൻ്റെ ഒരു കാണാം, വേറെ കളറിൽ ഇങ്ങനെ കാണാം. അതൊക്കെ എന്തൊക്കെയോ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്തതാണ്. ഇവിടെ നമുക്ക് കാണാം കുറേ തൂണ് പോലുള്ളത്. ഇതാണ് നമ്മുടെ പൈലിങ് ചെയ്തുകൊണ്ട് പില്ലർ ക്യാപ്പ് പൊട്ടിച്ചെടുത്ത ഇതുപോലുള്ള വലിയ കോൺക്രീറ്റിൻ്റെ പീസുകളാണ്. ഇങ്ങനെ തൂണ് പോലുള്ള സംഭവങ്ങൾ പാലത്തിന് വേണ്ടിയിട്ട് പൈലിങ് ചെയ്യുമ്പോൾ എടുത്തു മാറ്റുന്നതാണ്. അതാണിത്. പുതിയ പാലത്തിന് കാണാം നമുക്ക് 6 ബീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 ബീമാണ് കാണാം. അതിൻ്റെ മാറ്റം ശരിക്കും അവിടെ മുകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ലൈനായിട്ട് പോകുന്നു, ഇവിടെ 3 ലൈനായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഇനി ബ്ലോക്കുകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പോൾ ഇതാണ് പുതിയൊരു പാലം വന്നിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യുന്നത് വർക്ക്. പുതുതായിട്ട് ബാക്കിയുള്ളൊരു വർക്കായിരുന്നു. ഇങ്ങനെയുള്ള വർക്കുകൾ കുറേ ഉണ്ടായിരുന്നു ബാക്കിയുള്ള. അതിപ്പോൾ ഫിനിഷിങ് വർക്കുകൾ എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കക്കാട് ഭാഗത്തേക്ക് പോകുന്നത്. ചമ്മാട് കക്കാട് ഭാഗത്തേക്ക് കയറി പോകുന്ന റോഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. പുഴേൻ്റെ ഭാഗത്തുനിന്ന്